എപ്പോഴെങ്കിലും ഒരു വിചാരതലം. ഇന്നലെ ജന്മഭൂമിയിലെ ഞാനൊരു സ്വാമിജിയുടെ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ്, ഇന്ത്യയിൽ ഒറ്റ മതം സ്വീകരിച്ചാലേ നമ്മൾ ഇന്ത്യക്കാരാവും അത്രേ. അങ്ങനെയുണ്ടോ? ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യന്മാരും ഒറ്റ മതം സ്വീകരിക്കുമ്പോൾ മാത്രമേ ദേശീയത ഉണ്ടാവൂ. എന്തൊരു കഥയാ ഇത്! ഇതാ തീവ്രവാദം, ഇതാ കുഴപ്പോ? മറിച്ച് എന്താണ്, ഒരു ബൊക്കയിലെ വ്യത്യസ്ത പുഷ്പങ്ങളെ പോലെ. അങ്ങനെയല്ലേ? നിങ്ങൾ നോക്കൂ, പന്നീർ പുഷ്പം മാത്രമുള്ള ഒരു പൂന്തോട്ടത്തിന് എന്ത് പവറാണുള്ളത്? എല്ലാം ഉണ്ടാവും. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാം ഗിവ് ആൻഡ് ടേക്ക് പൊളിച്ച്. മതവട്ട എന്തൊക്കെ വിശേഷങ്ങൾ! ബഷീറെ, നീ എവിടുന്നാ വരും? എന്തൊരു സൗഹൃദം! അതോടൊപ്പം അവനവൻ്റെ മതത്തിൽ അവനാൻ ഉറച്ചു വിശ്വസിച്ചോളൂ. ആർക്കവിടെ കുഴപ്പം? ആരാ നിങ്ങളെ തടുത്തത്? ആരും തടുത്തിട്ടില്ല. ഞാനതുകൊണ്ട് ടീച്ചറോട് ഇതേ സ്ക്വയറിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ, നിങ്ങളൊരു പെണ്ണാണ്, സ്നേഹം വിളമ്പേണ്ടവളാണ്, കാരുണ്യം ചൊരിയേണ്ടവളാണ്. തീവ്രമായി പ്രസംഗിച്ച കയ്യടി കിട്ടും, ആ കേസറ്റ് പക്ഷേ വിറ്റാ കാശ് കിട്ടും. പക്ഷെ ഒരു സമൂഹത്തിന്റെ മനസ്സിനെ നന്നാക്കാൻ കഴിയൂ? കഴിഞ്ഞ കാലഘട്ടത്തിൽ അനുഭവങ്ങൾ പറഞ്ഞ ആളുകളെ ചൂടാക്കിയിട്ട് എന്താ കാര്യം? നിങ്ങൾ നോക്ക്, പാപമല്ലേ ആ മായുധനിയോട് ഈ ഇന്ത്യ ചെയ്യുന്നത്? ക്രൂരമല്ലേ? അല്ലേ? മായുധനി ഏറ്റവും എതിർത്ത് പ്രസംഗിച്ച ഒരാളാണ്. ഇന്ന് എനിക്ക് അതിൽ അഭിപ്രായം വേണ്ടതല്ല. മായുധനി ISS ഉണ്ടായിരുന്ന കാലത്ത് തീവ്രവാദമാണ് പ്രസംഗിച്ച്, മതവിരുദ്ധമാണ് പ്രസംഗിച്ച്, ഓവറാണ് അയാളുടെ പ്രസംഗം, സംശയമൊന്നുമില്ല. പക്ഷേ മായുധനിയോട് അതിൻ്റെ പേരിൽ എന്ന് ചെയ്യുന്നത് ക്രൂരവും പൈശാചികവും ജനാധിപത്യ വിരുദ്ധവുമാണ്. മാത്രമല്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം അദ്ദേഹത്തോട് സ്വീകരിച്ച ലൈൻ തീവ്രവാദത്തെ എതിർക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തോട് കാണിക്കുന്ന അനീതി ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം അത് അനീതിയല്ല എന്ന് പറഞ്ഞിട്ടില്ല, അനീതിയാണ്. മാത്രമല്ല, ഞാൻ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തെ കണ്ടത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, മഹദനി, നിങ്ങൾ ഇനിയെങ്കിലും പാഠം ഉൾക്കൊള്ളണം. നിങ്ങൾക്ക് തക്ബീർ ചെല്ലുന്നവരും നിങ്ങളെ വായിച്ചുന്നവരും നിങ്ങളുടെ പ്രസംഗം കേട്ട് കൈയടിക്കുന്നവരും ഒന്നും ഉണ്ടാവില്ല. അവിടെ സോഫിയത്ത വിധവയെ പോലെ കഴിഞ്ഞപ്പോൾ, സലാഹുദ്ദീൻ അനാഥനെ പോലെ ജീവിച്ചപ്പോൾ നിങ്ങൾക്ക് ആ ജീവിതം പോയത്. വേറെ ആർക്കും ഒന്നും നഷ്ടം ഉണ്ടായിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ അറിയോ നിങ്ങൾക്ക്? നമ്മുടെ പത്രത്തിൽ കാണുന്ന എല്ലാ വാർത്തയും ശരിയാ നിങ്ങൾ ആരും വിചാരിക്കണ്ട. പ്രമേയ രോഗം അതിശക്തമാണ് അദ്ദേഹത്തിന്. കണ്ണിൻ്റെ 2 കാഴ്ചകളും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൂക്കിനുള്ളിൽ പ്രമേയം കൊണ്ട് പഴുപ്പ് കയറി വളരെ ക്ഷീണിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു കാല് മുറിക്കപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കാലിൽ പഴുപ്പ് കയറിയിട്ടുണ്ട്. നന്നേ മെലിഞ്ഞിരിക്കും. ആജാനുഭാവുമായ ഒരു ശരീരമായിരുന്നു മായുധനിയുടേത്. ഇന്ന് മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു. ഇനി അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ശിക്ഷ കൊണ്ട് അവസാനിച്ചില്ലേ? അത് ഇന്ത്യയെ പറ്റി നമ്മൾ പറയണ എന്താ? കാരുണ്യത്തിൻ്റെ രാജ്യം, എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന രാജ്യം. ആരുടെയൊക്കെ പ്ലാനിങ്ങിൽ ആ മായുധനി അവിടെ കിടക്കുന്നത് നിങ്ങൾക്കറിയോ? അതുകൊണ്ട് എല്ലാവരും ഉറക്കെ ശബ്ദിക്കേണ്ട ഒരു കഥാപാത്രമാണ് അബ്ദുൽ നാസർ മായുധനി. ഇന്ത്യയിൽ തത്തുല്യമായൊരു സംഭവം വേറെ ഉണ്ടാവുമോ? എൻ്റെ ഓർമ്മയിലില്ല. എന്താ തെറ്റ് ചെയ്ത് ബോധിപ്പിച്ചിട്ടില്ല. 9.5 കൊല്ലമാണ് ആ മനുഷ്യൻ്റെ ജീവിതം പോയത്. അബ്ദുസ്സമദ് സാഹിബ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ബാപ്പ, ആ മനുഷ്യൻ്റെ കണ്ണുനീരിൻ്റെ വില അത് തിരിച്ചറിയുന്നൊരു ദിവസം വരും. യഥോ ധർമ്മസ്ഥതോ ജയ. എവിടെ നീതിയും ബോധവും ഉണ്ടോ അവിടെയാണ് ജയിക്കേണ്ടത്. നമുക്ക് പ്രവീൺ ബൈത്തോഗാഡിയോട് വിരോധമില്ല, നെതന്യാഹുവിനോട് വിരോധമില്ല, ഏരിയൽ ഷാരോട് വിരോധമില്ല, ലാൽ കൃഷ്ണ അദ്വാനിയോട് നമുക്ക് വിരോധമില്ല, ബാൽ താക്കറെയോട് നമുക്ക് വിരോധമില്ല. അവരൊക്കെ മനുഷ്യരാണ്, ആദമിന്റെ മക്കളാണ്. എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ നിങ്ങളുടെ പിതാവ് ആദമാണ്. നിങ്ങളുടെ ദൈവം ഏകനാണ്. കറുത്തവന് വെളുത്തവനേക്കാൾ യാതൊരു പ്രത്യേകതയില്ല. ഇല്ല, മനുഷ്യരാണ്. വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. വിട്ടുവീഴ്ച ചെയ്യാൻ. മഹാത്മാഗാന്ധി നോക്കുക നിങ്ങൾ, ഒരു ബ്രിട്ടീഷുകാരൻ മഹാത്മാഗാന്ധിയെ ഷൂ കൊണ്ടൊരൊറ്റ ചവിട്ടാൻ 2 പല്ല് ഫ്രണ്ടിലത്തെ കൊഴിഞ്ഞു താഴെ വീണു, രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധി ചോദിക്കുകയാണ്, അത്ഭുതമല്ലേ അത്? മഹാത്മാഗാന്ധി ചോദിക്കണം, സായിപ്പേ, എൻ്റെ പരുക്കൻ പല്ല് തട്ടി നിന്റെ കാല് വേദനിച്ചോ? എങ്ങനെ? ഒരു ബ്രിട്ടീഷുകാരൻ മഹാത്മാഗാന്ധിയുടെ പല്ല് ചവിട്ടിക്കൊഴിച്ചിട്ട് മഹാത്മാഗാന്ധി ചോദിക്കാണ്, സായിപ്പേ, എൻ്റെ പരുക്കൻ പല്ല് തട്ടി നിന്റെ കാലുകൾ വേദനിച്ചോ? അങ്ങനത്തെ ഒരു രാജ്യം. ഗതകാല സ്മരണകൾ അയവിറക്കുന്ന കൂത്തുപറമ്പിൻ്റെ ഈ ടൗൺ സ്ക്വയറിൽ ഒന്നും കൂടെ ഓർത്തോളി, മാനിഷാദ അരുത് കാട്ടാള. ഭാരതജന്റെ കൂടെ തമസാ നദിയുടെ തീരത്തുപോയി ക്രൗഞ്ചമിഥുനങ്ങൾ സ്നേഹം പങ്കുവെക്കുന്നതിനിടയിൽ അതിനെ കൊല്ലാൻ അമ്പയിൽ നിൽക്കുന്ന അമ്പും വില്ലും പിടിച്ചു നിൽക്കുന്ന കാട്ടാളനോട്
മാനിഷാദ എന്ന് പറയാൻ, മാനിഷാദ എന്ന് പറയാൻ അതിന് കഴിയണം. നമുക്ക് മായുധനിയും എല്ലാവരും നമുക്ക് കണക്കാണ്. തെറ്റ് തെറ്റാണ്, ശരി ശരിയാണ്. ആര് ശരി ചെയ്യുന്നു അത് ശരിയാണ്, ആരുടെ തെറ്റും തെറ്റാണ്. അങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്ന ഒരു ദിവസം വരുമോ? പഴിചാരാത്ത ദിവസം. ഹൈന്ദവർ മുസ്ലിങ്ങളെ, മുസ്ലിങ്ങൾ ഹൈന്ദവരെ പഴിചാരാത്ത ഒരു ദിവസം വരുമോ? അത് വരണം, അത് വരണം, അതുണ്ടാവണം. അതിന് നമുക്ക് നീതിബോധം ഉണ്ടാകണം, സൗഹൃദബോധം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായും നിങ്ങളോട് പറയുന്നത് ഏകനായ ദൈവത്തെ തിരിച്ചറിയണം എന്ന കാര്യമാണ്. കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും അക്ബറുകളും ചാറുങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ഇതെല്ലാം ഉപേക്ഷിച്ച് ഏകനായ പടച്ചതമ്പുരാനെ നമ്മൾ ആരാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരണം. പടച്ചതമ്പുരാന്റെ അടിമകളായ നാം, ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ നാം, ആ ആദം നബിയുടെ മക്കളായി ലോകത്ത് വളർന്നു. ബാന്ധവാ മാനവാ സർവേ സ്വദേശാഭുവനത്രയും. ആ അള്ളാഹുവിന്റെ സൃഷ്ടികളായ നമ്മൾ പടച്ചോനോട് മാത്രമേ കുട്ടികളെ കിട്ടാൻ പ്രാർത്ഥിക്കൂ എന്ന് തീരുമാനിക്കണം. രോഗം മാറാൻ ആ പടച്ചോനോടേ പ്രാർത്ഥിക്കും. എനിക്ക് ഹൃദയം തന്ന, എന്റെ ശരീരത്തെ രൂപപ്പെടുത്തിയ ആ പടച്ചോനോടേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അതായിരിക്കണം ഇന്നത്തെ നമ്മുടെ പ്രഭാഷണത്തിൽ നിങ്ങൾക്ക് കിട്ടേണ്ട മെസ്സേജിൽ പ്രധാനം. ഒരു സൃഷ്ടിയെയും ഇനി ആരാധിക്കില്ല. ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ. പറയൂ പ്രവാചകരെ, ഞാൻ എന്റെ സൃഷ്ടാവിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല. ആ സൃഷ്ടിനാഥനെ നമുക്കിതൊക്കെ നൽകിയത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു എഞ്ചിനീയറുടെ മനസ്സിൽ സ്വാധീനിച്ചൊരു വാക്ക്. എന്താ? 60 കൊല്ലം വായു ശ്വസിച്ചിട്ട് അതിന് ബില്ലടക്കേണ്ടി വരാത്ത പരമകാരുണികനായ ദൈവത്തെ വിട്ട് അവന്റെ അടിമകളെ ആരാധിക്കുന്നു. ആ വാക്കായാണ് ഇസ്ലാമിലേക്ക് എത്തിച്ചത്. ഒന്നുകൂടെ പറയാൻ, ഞാൻ കൂത്തുപറമ്പിലെ രാത്രിയിൽ ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഇരിക്കൂറിൽ പോകണം, ഇരിട്ടിയിൽ പോകണം. അല്ലെങ്കിൽ അയാള് ഇവിടെ ഒരുപാട് നിന്ന് മുഷിഞ്ഞു. കുറെ കഴിഞ്ഞപ്പോ ഒരു വണ്ടി വന്ന് നിർത്തി. എങ്ങട്ടാ? ഞാൻ ഇരിക്കൂറിലേക്കാണ്, അല്ലെ ഇരിട്ടിയിലേക്കാണ്, കയറിക്കോളൂ എന്ന് പറഞ്ഞ അയാളെ കയറ്റി. എന്നിട്ട് അവിടെ ടാക്സി സ്റ്റാൻഡിൽ കൊണ്ടുപോയി നിർത്തി കൊടുത്തപ്പോ അയാൾ ഇറങ്ങി. ഡോറ് തുറന്ന് ഇറങ്ങിയിട്ട് അയാള് തൊട്ടപ്പുറത്തെ ടാക്സിക്കാരനോട് താങ്ക്സ്, കൊണ്ടുവന്ന ആളോടല്ല, തൊട്ടപ്പുറത്തെ ടാക്സിക്കാരനോട് താങ്ക്സ്. അപ്പോ ഈ കൊണ്ടുവന്ന ആളുണ്ടല്ലോ, എന്തൊരു നന്ദി കെട്ടെ സാധനം, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് നന്ദി മറ്റോനെ. ഈ നന്ദി കിട്ടിയാളോ അയാൾ ഇവനെന്തിനാണ് എന്നോട് നന്ദി പറഞ്ഞു? ഞാനും ഇവനിപ്പോ എന്താ ഇത്? യേശു ക്രിസ്തുവേ നിനക്ക് സ്തുതി എന്ന് പറയുമ്പോ യേശു ക്രിസ്തു വിചാരിക്കുക ഞാൻ എന്തിനാ ഇത്? ശ്രീരാമനെ വിളിക്കുമ്പോ ശ്രീരാമൻ വിചാരിക്കുന്നത് എന്തിനാ ഇത്? പടച്ചോന്റെ വായു ശ്വസിച്ച് പടച്ചോന്റെ വെള്ളം കുടിച്ച് പടച്ചവന്റെ അടിമകളായി പടച്ചവനോട് പറയേണ്ടതിന് പകരം പടച്ചോൻ കൊടുത്ത കുട്ടിക്ക് യേശു ക്രിസ്തുവിന് താങ്ക്സോ, മുഹമ്മദ് നബിക്ക് താങ്ക്സോ? എന്തൊരു വിരോധാഭാസമാണിത്. അതുകൊണ്ട് പടച്ചോൻ ആരാധിക്കുക, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ആരാധിക്കുക. ഇനി ഇതൊക്കെ പറഞ്ഞു തരുമ്പോ എനിക്ക് ഒന്നുകൂടെ പറയാണ്ട്, നിങ്ങളൊക്കെ ഇത് കേട്ടു, നിങ്ങൾക്ക് ഇനി നിഷേധിക്കാൻ കഴിയില്ല. ഞങ്ങൾ നിങ്ങൾക്കിത് പറഞ്ഞു തന്നിട്ടില്ല, ഞങ്ങൾ നിങ്ങൾക്കിത് പറഞ്ഞു തന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പടച്ചോൻ ആരാധിക്കണം എന്നാണ് നിങ്ങളോട് പറയാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ശവകുടീരോ ഖബറാരാധനയോ ഇസ്ലാമല്ല. കാരണം പ്രവാചകൻ അതിനെ എതിർത്തു. അതാണ് കാരണം. പ്രവാചക തിരുമേനി ഈ ലോകത്തോട് വിട പറയും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതെന്താ? ലാനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ലാനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂതന്മാരെ അല്ലാഹു ശപിച്ചു, നസാറാക്കളെ അല്ലാഹു ശപിച്ചു. എന്തുകൊണ്ട്? മഹാന്മാരുടെ ഖബറുകൾ കെട്ടിയുയർത്തി. അംബിയാക്കളുടെ, എന്റെ പ്രിയപ്പെട്ട സമസ്തക്കാരെ നിങ്ങൾ ചിന്തിക്ക്, അംബിയാക്കളുടെ ഖബർ കെട്ടിയുയർത്തിയപ്പോൾ തന്നെ അല്ലാഹു ശപിച്ചു. പിന്നെ എങ്ങനെയാ ഔലിയാക്കളുടെ ഖബർ? അംബിയാക്കൾ തന്നെ പാടില്ല, അംബിയാക്കൾ തന്നെ പാടില്ല. അപ്പൊ നിങ്ങൾ നോക്കേ, ഒരാൾ വന്നിട്ട് ചോദിക്കാണ്, എടാ നാസറേ, ഈ മുനമ്പത്തെ ബീവിനല്ലേ വിളിക്കണത്? ആ, മുനമ്പത്തെ ബീവിനെ വിളിക്കണം.
എടാ മുനമ്പത്തെ ബീവിനെ പറ്റി ഖുർആനിലുണ്ടോ? ഇല്ല. എടാ മുനമ്പത്തെ ബീവിനെ കുറിച്ച് ഹദീസിലുണ്ടോ? ഇല്ല. എടാ മുനമ്പത്തെ ബീവിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ചരിത്രം ഉണ്ടോ? ഇല്ല. എന്നിട്ടും നീ എന്താടാ മുനമ്പത്തെ ബീവിനെ വിളിക്കണേ? അപ്പൊ അവൻ പറയണത്, ഊരും പേരറിയില്ല മശുകൂറും കുറവല്ല ബഹുമാനർ പീറന്നുള്ള നാട് അത് വെളിയങ്കോടും മർക്കാലി കുഞ്ഞിമരക്കാർ ഷഹീദോരും ബഹുമാനരൊക്കെ പെറ്റ നാട്. ഏത്? ഊരില്ല, പേരില്ല, നാടറിയില്ല, ഒന്നും അറിയില്ല. എന്നിട്ടേ ഇതിന്റെ 6ാമത്തെ 7ാമത്തെ വരിയിൽ പിന്നുള്ള എന്തറിയോ? ഫാത്തിമത്തോ സുറായ എന്നൊരു പൂവി. ഇതെങ്ങനെ രണ്ടും കൂടെ ശരിയാകുക? ഒരു ഭാഗത്ത് പറയാ ഊരും പേര് അറിയില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാണ് ഫാത്തിമത്തോ സുഹറ എന്നൊരു പൂവി. അപ്പൊ കാട്രായി കുടിച്ചായിരുന്നു ബെയ്ത്ത് എഴുതിയത് ആണോ? കാട്രായി കുടിച്ചിട്ടാ ബെയ്ത്ത് എഴുതി. മേലെ പറയാ ഊരും പേര് അറിയില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞ് പറയാ ഫാത്തിമത്തോ സുഹറ എന്നൊരു പൂവീന. മനസ്സിലായില്ലേ? അപ്പോ ഈ ക്രിസ്ത്യാനി ചോദിക്കണെന്ത്? നാസറേ, ഖുർആനിലെ പേര് പറയാത്ത, ഹദീസിലില്ലാത്ത മഹദിയായിരുന്നോ, നല്ല സ്ത്രീയായിരുന്നോ എന്നൊന്നും അറിയാത്ത ഒരു സ്ത്രീയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നീ മുസ്ലിമും സ്വർഗാവകാശിയുമാണല്ലേ? ആണ്. അപ്പൊ തിരിച്ച് ജോർജ് ഒരു ചോദ്യം, എടാ മറിയം ബീവിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ തന്നെ ഓന്റെ കാറ്റ് പോയി. മറിയം ബീവിനെ പറ്റി പറഞ്ഞിട്ടാണ്. മുനമ്പത്ത് ബീവിനെ പറ്റിയോ? ഇല്ല. മറിയം ബീവിനെ പറ്റിയോ? ഉണ്ട്. മറിയം ബീവിന്റെ പേരിൽ 19ാമത്തെ അധ്യായം തന്നെ ഉണ്ട്. 34 സ്ഥലത്ത് മറിയം ബീവിയെ കുറിച്ച് പേരും പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ 3ാം അധ്യായം 42-ലോ ഇന്നല്ലാഹ അസ്തഫാകി വത്വഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, ലോക സ്ത്രീകളിൽ മറിയമിനെ ഏറ്റവും ഉന്നതയാക്കി. ഇനി ജോർജിന്റെ ചോദ്യം, എടാ ഖുർആനിലെ 34 സ്ഥലത്ത് പറഞ്ഞ ഒരധ്യായത്തിൽ തന്നെ പേര് പറഞ്ഞ, മാത്രം ലോക സ്ത്രീകളിൽ ഏറ്റവും ഉന്നത സ്ത്രീ എന്ന് അല്ല പറഞ്ഞ അമ്മ മറിയം ബീവി മഹദിയല്ലടാ. ശരി, അമ്മ മറിയം ബീവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാ ഞാൻ കാഫറും ഈ മുസ്ലിമോ? എന്ത് പുതുമയാടാ. ഞാൻ ഇപ്പൊ വരട്ടോ ജോർജ്, ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് വരാം. ഓൻ പോയി. കാരണം ഓനെ മനസ്സിലായി ഓന്റെ കൊരലിക്കാ പിടിച്ചത്. ഏത്? ഖുർആനിലെ പേര് പറഞ്ഞ ഹദീസിലുള്ള ലോക സ്ത്രീകളിൽ ഏറ്റവും ഉന്നതയായ മറിയം ബീവിനെ വിളിച്ചപ്പോ അല്ല പറഞ്ഞ എന്ത്? വലല്ലാലീൻ. ഓൻ എന്നിട്ട് പയച്ചുപോയി. മറിയം ബീവിയെ വിളിച്ച ക്രിസ്ത്യാനിനെ പറ്റി അല്ല പറഞ്ഞ എന്താ? ഓൻ പയച്ചു പോയി. അപ്പൊ പിന്നെ ഊരും പേരറിയാത്ത മുനമ്പത്ത് ബീവിനെ വിളിക്കാൻ പാടുന്നു. നിങ്ങൾ ആലോചിച്ചു, ഭീമാ ഉമ്മിച്ച, ഉമ്മാ ഉമ്മാ ഭീമാ ഉമ്മിച്ച, ഖുറാഫിളർക്കിയ പാട്ടാ. ഏത്? ഞങ്ങളെ സങ്കടം കാണുന്നില്ലേ ഉമ്മിച്ച, ഞങ്ങൾ അറിയുന്നില്ലേ ഉമ്മിച്ച. ഈ കൗമിന്റെ ഒരു വിശ്വാസമാണ്. ഈ സമസ്തക്കാര് കാന്തപുരം ഉസ്താദ് നയിക്കുന്ന ടീമേ ഓൽ ആരൊക്കെ വിളിക്കണം? തിങ്കളാഴ്ച ഒരു ജിന്നിനെ, ചൊവ്വാഴ്ച വേറൊരു ജിന്നിനെ, ബുധനാഴ്ച വേറൊരു ജിന്നിനെ. എന്നിട്ട് ഓല് ഞങ്ങളോട് നിങ്ങൾ ജിന്നൂരി ആയി തർക്കടില്ല. ഏയ്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കേ കൗമ്. മാത്രല്ല മീക്കായിലെ വിളിക്കുക, മലക്കിനെ റഹ്മത്തുള്ള ഖാസിമി അത് ഉദ്ധരിക്കുന്നു. അപ്പൊ ഇങ്ങനൊരു കൗമ് ഇവിടെ ഉണ്ട്. മലക്കിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കൗമ്. മുജാഹിദ് പ്രസ്ഥാനം അതിനെ ശക്തമായി എതിർത്തു. ഞങ്ങൾ അതിനെ നഖശികാന്തം എതിർത്തു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരൊറ്റ മനുഷ്യനും സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരില്ല. അങ്ങനെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു നുണപ്രചരണം. ശരിയല്ല. അല്ലാഹനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ഇതാണ് ഇസ്ലാമിന്റെ മോക്ഷസങ്കല്പത്തിലെ 1ാമത്തെ പോയിന്റ്. ഇനി ഞാൻ പറയണൊന്ന് കേട്ടോ. ആയിഷ ബീവി പറയാൻ, ഈ അല്ലാഹുവിനെ ശരിക്ക് പഠിച്ചപ്പോ എന്തുണ്ടായി? സമഗ്രമായ പരിവർത്തനം. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ചില ഉദാഹരണങ്ങൾ, അതായത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില സംഭവങ്ങൾ പറയാം. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറയും. ഉമർ ബിൻ ഖത്താബിന്റെ ഭരണമാണ് സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ ആളാണ് ആര്? മഹാത്മാഗാന്ധി. എന്തേ കാരണം? 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഉമർ ബിൻ ഖത്താബ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലെ ചില സംഭവങ്ങൾ. അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ വീട്ടിന്റെ മുറ്റത്ത് ഒരു ആട്ടുകെട്ടിലിൽ ഒരു സുന്ദരിയായ പെണ്ണ്, അവള് പാടുകയാണ്, എന്റെ മലയാളം ഇങ്ങനെയാണ്: ചുറ്റും കറുത്ത് തമോമയമായി ഇരുൾ മുറ്റും ഇരവിതിൽ ഏകാകിയാണു ഞാൻ, എൻ തോയനില്ലായികയാൽ എൻ നിദ്ര പറന്നു പോയഹോ.
അതായത് ഈ പെണ്ണ് പറയാണ്, എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്, എനിക്കാകട്ടെ ഈ തണുത്ത രാത്രിയിൽ ചിഹ്നം വിളിച്ച് എന്റെ എല്ലുകളെ തുളച്ചു കയറുന്ന ഈ തണുത്ത രാത്രിയിൽ എനിക്ക് വികാരമുണ്ട്. എന്റെ വികാരം ശമിപ്പിക്കാൻ എന്റെ ഭർത്താവിന് പകരം എന്റെ ആട്ടുകട്ടിലിൽ ഞാനൊരു യുവാവിനെ ക്ഷണിക്കുമായിരുന്നു. പക്ഷേ അല്ലാ, ഞാൻ നിന്നെ പേടിക്കുന്നത് കൊണ്ടാണ്. നോക്കണേ, അല്ലാ, ഞാൻ നിന്നെ പേടിക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു ബോധം ഇസ്ലാം ഉണ്ടാക്കി. അവിടെ പട്ടാളം വേണ്ട, ഭർത്താവിന്റെ അഭാവത്തിൽ ഒരു പുരുഷനെയും ഞാൻ വിളിച്ച് എന്റെ ബെഡിൽ കേട്ടില്ല എന്നൊരു പെണ്ണ് തീരുമാനിക്കുന്ന എപ്പോഴറിയോ? അവരറിയുന്നില്ലേ അല്ലാഹു അവരുടെ എല്ലാ പ്രവർത്തനവും കാണുന്നുണ്ട്. സയ്യിദ് ഇർലാന്റെ ടെക്സ്റ്റൈൽസിൽ നിന്ന് അദ്ദേഹം ജ്യേഷ്ഠന്റെ മകനെ അസർ നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോ ഈ ടെക്സ്റ്റൈൽസിൽ ജൗളിക്കടയിൽ നിർത്തി. അസർ നമസ്കാരം കഴിഞ്ഞ് സലാം വിട്ടിപ്പോ ഒരാളുണ്ട്, ഒരു ജോഡി ഡ്രസ്സ് ആയിട്ട് അവിടെ ഇങ്ങനെ. അദ്ദേഹം ചോദിച്ചു, ഇതെന്റെ കടയിൽ നിന്നാണല്ലോ. ഇതിനെന്തേ കൊടുത്തത്? അത് ഇത്രയാണ്. അപ്പൊ 200 രൂപയാണെങ്കിൽ 400 രൂപ വാങ്ങിയിട്ടുണ്ട് ഈ കുട്ടി. അതായത് ഇയാളുടെ ജ്യേഷ്ഠന്റെ, സയ്യിദ് ഇർലാന്റെ ജ്യേഷ്ഠന്റെ മകൻ. ഉടനെ തന്നെ അയാളെ കൈ പിടിച്ച് നേരെ ടെക്സ്റ്റൈൽസിലേക്ക് കയറി ചെന്നു. അതിന്റെ ഓണർ, നാണല്ലടാ നിനക്ക്, പടച്ചോനെ പേടിക്കുന്നില്ല നീ? 200 രൂപയുടെ ഡ്രസ്സാ, 400 കൊടുക്കടാ, 200 ഇങ്ങോട്ട്, അല്ലാഹനെ പേടിക്കും. ഇതാണ് ഇസ്ലാം. വാട്ട് ഈസ് ഇസ്ലാം? ഇതാണ് ഇസ്ലാം. ഇങ്ങനെ ഒരു സമൂഹത്തെ ഉണ്ടാക്കി. ഇനി നിങ്ങൾ നോക്കേ, വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദ ഖാലു അലന്നാസി യസ്തൗഫൂൻ വഇദ കാലൂഹും വസനൂഹും യുഖ്സിറൂൻ അലാ യظن ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അളീം യൗമ യഖൂമുൻ നാസു റബ്ബിൽ ആലമീൻ. 83-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് വമ്പിച്ച നാശം. അളന്നു കൊടുക്കുമ്പോൾ കളവ് കാണിക്കുക, അളന്ന് മേടിക്കുമ്പോൾ കൃത്യമായിട്ട് മേടിക്കുക. എന്നിട്ട് ഖുർആൻ പറയാൻ, യൗമ യഖൂമുൻ നാസു റബ്ബിൽ ആലമീൻ, പടച്ചോന്റെ മുമ്പിൽ കച്ചവടക്കാരാ നീ ചെന്ന് നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യദ്ലമൂൻ. കണ്ടോ, പടച്ചോനിലേക്ക് നിങ്ങൾ മടങ്ങി പോകുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. ഇതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ പ്രത്യേകത. ഇസ്ലാം മനുഷ്യരെ നന്നാക്കി ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും മരണാനന്തര ജീവിതം പഠിപ്പിച്ചു. നോക്കേ, നമ്മുടെ സൗമ്യമായി പുഞ്ചിരിച്ച പെൺകുട്ടി, കാബാലികൻ കൊന്നൊടുക്കിയ സൗമ്യയുടെ ദീനരോധനങ്ങൾ. സഹോദരങ്ങളെ, ജ്യോതി പ്രകാശമായി പടർന്ന് വളർന്ന് കുടുംബത്തിന്റെ താണിയാകേണ്ട ആ പെൺകുട്ടിയെ 6 കാബാലികന്മാർ എന്നിട്ട് നമ്മൾ ചർച്ച നടത്തുക, തൂക്കിക്കൊല്ലണോ വേണ്ടേ? മായുധനിയെ പീഡിപ്പിക്കുമല്ലാത്ത കാരുണ്യം പെൺകുട്ടിയുടെ മാറുപിച്ച് ചീന്തി കൊന്ന കാബാലികരോട് ഇന്ത്യയുടെ കോടതി കാണിച്ചുകൂടാ എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു പെൺകുട്ടിക്ക് സ്വതന്ത്രമായി ഇവിടെ നടക്കാൻ കഴിയില്ല. അതോടൊപ്പം ഒരു കാര്യം, നട്ടപ്പാതിരാക്കി ഈ പെൺകുട്ടി എന്തിനു പോയി എന്ന ചോദ്യവും പ്രസക്തമാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് സംസ്കാരമുണ്ടാകണം, വേഷവിധാനത്തിലും സ്വഭാവത്തിലും. ഇസ്ലാം പെണ്ണിനോട് പറഞ്ഞു മാന്യമായ വസ്ത്രം ധരിക്കാൻ, മാന്യമായ ഇസ്ലാമിക വേഷം ധരിക്കാൻ, പെണ്ണിന്റെ സൗന്ദര്യം മൂടിവെക്കാൻ, അവരുടെ മാറിടം മൂടിവെക്കാൻ, അവരുടെ സൗന്ദര്യത്തെ പൊതിഞ്ഞു വെക്കാൻ, 4 ആളുകളുടെ മുമ്പിൽ തന്നെ ഭാര്യയായി സ്വീകരിക്കുന്നവന്റെ മുമ്പിലെ തന്റെ സൗന്ദര്യവും മാതളവും ഞാൻ തുറന്നു വെക്കൂ എന്ന് തീരുമാനിക്കാൻ. അതാ ഇസ്ലാം ഉണ്ടാക്കി. അതിനെതിരെ കുതിര കയറി അഴിഞ്ഞാട്ടമുണ്ടായി. ഐഡിയ സ്റ്റാർ സിംഗറും വെറുതെയല്ല ഭാര്യയും തോന്നിയാസങ്ങൾ അരങ്ങ് തകർത്തു. മദ്യപാനം സാർവത്രികമാണ്. ലോകത്ത് പല തിന്മകളും അരങ്ങ് തകർത്തു. പല സ്ഥലങ്ങളിൽ നമ്മൾ ഗോതയിലാണ്, നിരന്തരമായ ദാവത്തിലാണ്, വിശ്രമമില്ലാതെ ലോകത്ത് നമ്മൾ മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുകയാണ്. തീവ്രവാദമില്ലാത്ത, ഭീകരവാദമില്ലാത്ത, അരാജകത്വങ്ങളില്ലാത്ത, അക്രമങ്ങളില്ലാത്ത ഏത് മതത്തിൽ വിശ്വസിക്കുന്നതോടൊപ്പം അത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം, മതസൗഹാർദ്ദം എന്ന സങ്കല്പം ശരിയല്ല. മതസൗഹാർദ്ദമല്ല, മനുഷ്യ സൗഹാർദ്ദമാണ് ഉണ്ടാകേണ്ടത്. മതസൗഹാർദ്ദം ശരിയല്ല. അതായത് അത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അതായത് ഒരു ഹിന്ദു മതവിശ്വാസി ബിംബാരാധകനാണ്. ഒരു മുസ്ലിം ശക്തമായവന്റെ ജീവിതത്തിൽ അവന്റെ തല പോയാൽ പോലും സ്വീകരിക്കില്ല അവൻ ബിംബാരാധന. അതുകൊണ്ട് മതസൗഹാർദ്ദമല്ല, മനുഷ്യ സൗഹാർദ്ദം. അതായത് ബാലേട്ടന് ബിംബാരാധകനായി ജീവിക്കുന്നതോടൊപ്പം ഏകദൈവത്തെ ആരാധിക്കുന്ന ഞാനുമായി സൗഹൃദത്തിൽ കഴിയാൻ സാധിച്ചാൽ അതിനാണ് സൗഹൃദം എന്ന് പറയാം. അല്ലാതെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിന്റെ ആചാരം മുസ്ലിം കടെടുത്തിട്ട് ഇത് മതസൗഹാർദ്ദം എന്ന് പറയലല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തങ്ങൾ ക്ഷേത്രത്തിൽ, ഇന്നത്തെ പത്രത്തിലുള്ള ക്ഷേത്രത്തിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ പേരെല്ലാം മതസൗഹാർദ്ദം അല്ല. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഞാൻ നിങ്ങളോട് വേറൊന്ന് ചോദിച്ചോട്ടെ,
കള്ളുകുടിയന്മാരുമായിട്ടുള്ള സൗഹാർദ്ദം എങ്ങനെ? 1/2 ലിറ്റർ കുടിച്ചോണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കല ആണോ? വേശ്യാലയത്തിൽ നടത്തുന്നവരായിട്ടുള്ള സൗഹാർദ്ദം എങ്ങനെ? 10 ആളെ വ്യഭിചരിച്ച് കാണിച്ചു കൊടുത്തിട്ടാ? അല്ല, വ്യഭിചാരത്തെ എതിർത്തു കൊണ്ടുപോകാൻ നന്നാക്കലാ സൗഹാർദ്ദം. മനസ്സിലായോ? അല്ലാതെ മുസ്ലിം തെയ്യം സംഘടിപ്പിക്കലോ, ഓണം മുസ്ലിങ്ങൾ ആഘോഷിക്കലോ, വിഷു മുസ്ലിങ്ങൾ ആഘോഷിക്കലോ, പെരുന്നാൾ ഹിന്ദുക്കൾ ആഘോഷിക്കലോ അല്ല. ഞാൻ തീർത്തു പറയുന്നു, പെരുന്നാൾ മുസ്ലിങ്ങളുടെ ആഘോഷമാണ്, ഓണം ഹൈന്ദവരുടെ ആഘോഷമാണ്. അതൊക്കെ ദൈവവിശ്വാസവും ദൈവ ഏതര വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരു മുസ്ലിം ഇപ്പൊ ഞങ്ങൾ നബിദിനത്തിൽ പങ്കെടുക്കാറില്ല. എന്താ? മുഹമ്മദ് നബിയോട് ദേഷ്യം ഉണ്ടായിട്ടാ? അത് ബിദ്അത്താണ്, അനാചാരമാണ്, ദീനിലില്ലാത്തതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, അള്ളാഹ്ക്ക് കോപമാണ്, അള്ളാഹ് പഠിപ്പിച്ച മതല്ല. അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഞങ്ങൾ എന്താ ബർത്ത്ഡേ കൊണ്ടാടാത്തത്, ഡെത്ത് ഡേ കൊണ്ടാടാത്തത്? പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. മതത്തിലില്ലാത്തൊരു കാര്യം അത് ഞങ്ങൾ ചെയ്യൂല. കാരണം പ്രവാചകൻ പഠിപ്പിച്ചതിനെതിരാണ്. അപ്പോ ക്ഷേത്രത്തിൽ തേങ്ങ ഉടക്കാൻ മുസ്ലിം 10,000 രൂപ കൊടുക്കലല്ല മതസൗഹാർദ്ദം. അത് കൊടുക്കാതെ അവന്റെ വിശ്വാസത്തിൽ കണിശത പുലർത്തിക്കൊണ്ട് മറ്റുള്ള മതക്കാരൻ ഏതുപോലെ എന്റെ മതം ശരിയാന്ന് എനിക്ക് വിശ്വസിക്കാം, അത് മാത്രമാണ് ശരിയെന്ന് എനിക്ക് വിശ്വസിക്കാം. പക്ഷേ അന്യന്റെ മതം ഇവിടെ നിലക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ അന്ന് തുടങ്ങി നമ്മൾ തമ്മിലുള്ള പ്രശ്നം. നേരെ മറിച്ച് എല്ലാം നിലക്കട്ടെ, മനുഷ്യരൊക്കെ വ്യത്യസ്തരല്ലേ, അവരെല്ലാം ചിന്തിക്കട്ടെ, മനസ്സിലാക്കട്ടെ എന്നൊരവസ്ഥാവിശേഷം ഉണ്ടായാൽ എന്തൊരു ഗുണമുണ്ട് ഇവിടെ. അതുകൊണ്ട് എനിക്ക് ഈ കൂത്തുപറമ്പിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും നിങ്ങൾ പഠിക്കാൻ സന്നദ്ധരാകണം. പിന്നെ മരിച്ചു പോവും എല്ലാവരും. ആ മരണത്തിന് മുമ്പ് അള്ളാനെ തിരിച്ചറിയണം. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഒരു അണുമണി തൂക്കം ആര് നന്മ ചെയ്തോ പടച്ചുണ്ടാവും. അതിന് ഏകദൈവാരാധന ശരിയാകും. ബൗദ്ധൈവത്വത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. അന്തം തമഹ പ്രവിശംതിയേ സംപൂത്യമുപാസതേ തതോഭൂയ ഇവദേ യഹു സംപൂത്യാം രദഹ. പടച്ചോനല്ലാത്ത അവന്റെ സൃഷ്ടികളിൽ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്, ആരാധിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദങ്ങളിലൂടെ മനുഷ്യരെ പഠിപ്പിച്ചു. അതിന്റെ ശകലമാണ് ഈ വാചകത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പടച്ചോനെയല്ലാതെ ഒരു പടപ്പിനെയും ആരാധിക്കാതെ അവന്റെ വേദഗ്രന്ഥം ദൈവീകമെന്ന് ബോധ്യപ്പെട്ട് അതിനനുസരിച്ച് ജീവിച്ചാൽ നിന്റെ സാമ്പത്തിക രംഗം രക്ഷപ്പെടും, നിന്റെ കച്ചവടം രക്ഷപ്പെടും, മാതാപിതാക്കളുടെ ബന്ധം രക്ഷപ്പെടും. നീ ജീവിക്കുന്ന ഏത് മേഖലയും അച്ഛനോട് അമ്മയോട് ചേ എന്ന് പറയരുതെന്നാണ്, അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കരുതെന്നാണ്. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഈ മതം ഉണ്ടാവണമെന്നാണ്. നമുക്ക് ഈ വിധത്തിലുള്ള ചർച്ചകൾ ധാരാളമായി ഇനി നടക്കാൻ പോകുന്നു. ഒരുപാട് പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അനൗൺസ്മെന്റുകൾ ഇവിടെ വരാൻ പോകുന്നു. ഒരുപാട് പ്രോഗ്രാമുകൾ കൈവേലിക്കലുണ്ട്, അതുപോലെ തന്നെ ഇരിക്കൂറുണ്ട്, പരിസര പ്രദേശങ്ങളിലുണ്ട്, കണ്ണൂരുണ്ട്, പല ഭാഗങ്ങളിലും. അതിലെല്ലാം നിങ്ങൾ പങ്കെടുക്കണം, പഠിക്കണം, സമൂഹത്തിന്റെ നന്മ ഉണ്ടാവണം, എല്ലാ മനുഷ്യരോടും അടങ്ങാത്ത സ്നേഹം ഉണ്ടാവണം, എല്ലാവർക്കും നന്മ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നല്ലൊരു ദിവസത്തിന് വേണ്ടി അധ്വാനിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ചിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരു കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി ഹക്കിന് വേണ്ടി ജീവിക്കുന്ന മഹാസൗഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതെല്ലാം ഒരു പ്രയോജനമായി തീരട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.